ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് കിഡിലിനൊരു കോഡ്ലെസ് ആംഗിൾ ഗ്രൈൻഡർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നോർമൽ ആംഗിൾ ഗ്രൈൻഡറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കയ്യിലെടുത്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ പേടി കാണും. എന്നാൽ ഇതിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മാസ്റ്റർ പ്രോ എന്ന കമ്പനിയുടെ ബ്രഷ്ലെസ് ആംഗിൾ ഗ്രൈൻഡർ ആണ്. ഇത് വാങ്ങാനുള്ള മെയിൻ കാരണം എന്റെ കയ്യിലിരിക്കുന്ന കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ആംഗിൾ ഗ്രൈൻഡർ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത്. അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ബോക്സും എല്ലാം ആയിട്ട് ഇച്ചിരി കുറച്ച് അകലെയൊക്കെ ആണെങ്കിൽ എല്ലാം ചുവന്നുകൊണ്ട് കിടക്കണം. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒരെണ്ണം കൂടെ വാങ്ങണമെന്ന് ആഗ്രഹം തോന്നിയത്. ഇതായിരുന്നു ഞാൻ നേരത്തെ വാങ്ങിയ ഡ്രില്ലിംഗ് മെഷീൻ. ഇത് ഫ്ലിപ്കാർട്ടിൽ നടന്ന് വാങ്ങിയത്. വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ചാർജർ കംപ്ലൈന്റ് ആയി പോയിട്ട് അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തൊന്നും കിട്ടിയില്ല. പിന്നെ ചാർജർ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഈ മാസ്റ്റർ പ്രോയുടെ ഈ ആംഗിൾ ഗ്രൈൻഡർ വാങ്ങാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. എന്റെ ഫ്രണ്ട് വാങ്ങിയിട്ട് 9 മാസമായി ഇത് യൂസ് ചെയ്യുന്നു. ഇതുവരെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് ആയിരുന്നു പറഞ്ഞത് തൊടുപുഴയുള്ള ഐമാൾ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയതെന്ന്. എന്നാൽ പിന്നെ ആ ഷോപ്പിൽ പോയി ഞാനും ഒന്ന് അന്വേഷിച്ചേക്കാന്ന് ഓർത്ത് അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ സ്പെയറും കാര്യങ്ങളും എല്ലാം കിട്ടുന്നു. സ്പെയറും സർവീസൊക്കെ കിട്ടുന്നു കേട്ടപ്പോൾ തന്നെ ആംഗിൾ ഗ്രൈൻഡർ ഞാൻ വാങ്ങിച്ചു. വാങ്ങിയപ്പോൾ 5000 രൂപയാണ് ആയത്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആംഗിൾ ഗ്രൈൻഡർ കാണാം. പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്നത് 21 വോൾട്ട് 3H വലിയ ബാറ്ററിയാണ്. അതുകൊണ്ട് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കിട്ടും. 2 ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബാറ്ററിയുടെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ബാറ്ററിയിട്ട് യൂസും ചെയ്യാം. ആ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ തീർന്ന ബാറ്ററി ചാർജും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പണി മുടങ്ങൂല. ഈ ആംഗിൾ ഗ്രൈൻഡറിന്റെ ബോക്സിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ആക്സറീസും ലഭിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് കട്ടിംഗ് വീലൊക്കെ ഇടാൻ വേണ്ടിയുള്ള സ്പാൻഡറും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും വീൽ ഗാർഡ് വെച്ച ശേഷം മാത്രമാണ് കട്ടിംഗ് വീലും ഗ്രൈൻഡിംഗ് വീലൊക്കെ ഉപയോഗിക്കാവുള്ളൂ. ഈ മഴക്കാലത്ത് തടിയുടെ വാതിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് അത് അടയാതെ വന്നതും ചേരാതെ വന്നതൊക്കെ. അങ്ങനെയുള്ളവർക്കും ഇത് ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് കളയാം. നോർമൽ ആംഗിൾ ഗ്രൈൻഡറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള എന്തെങ്കിലും റിപ്പയറിംഗ് വർക്കൊക്കെ ചെയ്യണവർക്ക് കുറച്ച് പേർക്കെങ്കിലും പേടി കാണും. അതിന്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ പേടി വരാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതിലാണെങ്കിൽ നമുക്ക് RPM 3 രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ വരെ ഇത് ഉപയോഗിച്ച് പോളിഷ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പാടും എല്ലാം കൂടെ കൂടി ഒരു സെറ്റും വാങ്ങാൻ കിട്ടും. അതും കാണിക്കാം. ഈ പോളിഷ് ചെയ്യാനുള്ള കിറ്റിന് വരുന്നത് 500 രൂപയായിരുന്നു. ആദ്യം വാങ്ങിയില്ലായിരുന്നു, രണ്ടാമത് പോയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് രണ്ടും ആവശ്യമുള്ളവരും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വാങ്ങിയ ഈ പുതിയ ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് വണ്ടി പോളിഷ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഉടനെ ചെയ്യാം. ഈ സ്വിച്ചിലാണ് നമ്മുടെ RPM സെറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇട്ട് 3100 RPM, രണ്ടാമത്തെ ഇട്ട് കഴിഞ്ഞാൽ 5300 RPM, മൂന്നാമത്തെ ഇട്ട് കഴിഞ്ഞാൽ 7800 RPM നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 3 കട്ടിംഗ് വീലും ഒരു ഗ്രൈൻഡിംഗ് വീലും കിട്ടുന്നുണ്ട്. അപ്പോൾ കട്ടിംഗ് വീലൊക്കെ ഇട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ആംഗിൾ ഗ്രൈൻഡറിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് കൈ പിടിച്ച് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. പിന്നെ സ്വിച്ചിന്റെ അവിടെയൊന്നും അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് കൈക്കകത്ത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി സൈഡിൽ ഒരു ചെറിയ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത ശേഷമാണ് വലിയ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത സേഫ്റ്റിക്കായിട്ട് സൈഡിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൈഡ് ഹാൻഡിലും വന്നിട്ട് അത് 2 സൈഡിലിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ മെഷീൻ ഏറ്റവും യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ഹൈറ്റിലൊക്കെ കയറി റിപ്പയറിംഗ് ജോബൊക്കെ ചെയ്യണവർക്കാണ്. സാധാ ആണെങ്കിൽ എക്സ്റ്റൻഷൻ ബോക്സ് ഒക്കെ ആയിട്ട് പോകണം. ഇതാകുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് GIയുടെ പൈപ്പാണ്, സ്ക്വയർ പൈപ്പ്. ഇപ്പം ഞാൻ കട്ട് ചെയ്യണത് 7800 RPM അടിപൊളി പവറാണ്. വളരെ വേഗത്തിൽ തന്നെ കട്ടാറുണ്ട്. പിന്നെ നമ്മൾ ആംഗിൾ ഗ്രൈൻഡറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ കണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സേഫ്റ്റി ഗൂഗിൾസ് ഒക്കെ വെച്ച ശേഷം മാത്രമാണ് യൂസ് ചെയ്യാവുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ മെഷീന്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആംഗ്ലയറിന്റെ പീസ് കട്ട് ചെയ്താണ്. ഇത് അത്യാവശ്യം കട്ടിയുള്ള പീസ് തന്നെയായിരുന്നു. പിന്നെ ഒത്തിരി വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൈ പിടിച്ച് കട്ട് ചെയ്യാനാണെങ്കിലും എളുപ്പമാണ്. ഒരു കൈക്കാണെങ്കിലും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ആംഗിൾ ഗ്രൈൻഡറാണ്. അതിനാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാൻ വേണ്ടി 2 മെഷീൻ ഉപയോഗിച്ചും ഒരേ സാധനം കട്ട് ചെയ്ത് നോക്കിയിട്ടും അങ്ങനെ വ്യത്യാസമോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പവർ രണ്ടിനും ഒരേ രീതിക്കാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാസ്റ്റർ പ്രോയുടെ ആ കോഡ്ലെസ് മെഷീനായിരുന്നു കുറച്ചും കൂടെ നമ്മുടെ കൈ പിടിച്ച് ചെയ്യുമ്പോഴൊക്കെ ഒരു കുറച്ചും കൂടെ ധൈര്യം തോന്നിയത് കട്ട് ചെയ്യാൻ വേണ്ടി. നമ്മുടെ പുതിയ ആംഗിൾ ഗ്രൈൻഡർ ഇനി ഗ്രൈൻഡിംഗ് വീൽ ഇടുന്നു ഗ്രൈൻഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗ്രൈൻഡ് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ മെഷീൻ്റെ കൂടെ കിട്ടുന്ന ബാറ്ററി ആണെങ്കിൽ അത്യാവശ്യം നല്ല കിട്ടുന്ന ബാറ്ററിയാണ്. 3H ബാറ്ററി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാക്കപ്പും കിട്ടുന്നുണ്ട്. ഇതിന്റെ കൂടെ 2 ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഇനി അടുത്ത എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിലും അതിൽ ഈ ബാറ്ററിയൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് ഓർത്താണ്. പിന്നെ നമ്മുടെ ഓരോ ബാറ്ററിയുടെയും ചാർജ് സെപ്പറേറ്റ് അതിൽ തന്നെ അറിയാൻ വേണ്ടി ഒരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എത്ര ശതമാനം ചാർജ് ഉള്ളതിന്റെ ഒരു ഗ്രാഫ് പോലെയുണ്ട്. അതിൽ നമുക്ക് ലൈറ്റ് കളിയണ കാണാം. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണം. ഈ മെഷീൻ വാങ്ങി 2 ആഴ്ച ഉപയോഗിച്ച ശേഷമാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതുപോലത്തെ കോഡ്ലെസ് ആംഗിൾ ഗ്രൈൻഡറൊക്കെ വാങ്ങുമ്പോൾ 2 ബാറ്ററി ഉള്ളതാണ് വാങ്ങുന്നത് നല്ലത്. 2 ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബാറ്ററിയുടെ ചാർജ് തീർന്നാൽ അടുത്ത ബാറ്ററിയിട്ട് യൂസും ചെയ്യാം. തീർന്ന ബാറ്ററി അതോടൊപ്പം ചാർജ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിന് കൂടെ കിട്ടുന്ന ചാർജർ. ഇത് നല്ല കിടിലും ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സാൻഡ് പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയുള്ള സാൻഡിങ് വീലും ഉണ്ട്. മഴക്കാലത്ത് തടിയുടെ വാതിലുള്ളവർക്കൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അടയാതെ വന്നതും ചേരാതെ വന്നതൊക്കെ. അതിന് ഇത് വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ ഇതുപോലത്തെ വലിയ വീല് വേണമെങ്കിൽ അത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതും വാങ്ങിയാൽ മതി എക്സ്ട്രാ. അപ്പോൾ ഇതുപോലത്തെ മെഷീൻ ആവശ്യമുള്ളവർ നേരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഏതെങ്കിലും മെഷീൻ്റെ ടൂൾസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. അത് വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായി ഞാൻ മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.